എടോ, കരാർ എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. നിങ്ങളിവിടെ 6 പോസ്റ്റ് കുഴിച്ചിടണ്ടേ? അതിലിപ്പോൾ ഇവിടെ കുഴിച്ചിട്ടുള്ളത് 4 എണ്ണാണ്. ബാക്കി 2 എണ്ണം ആര് ചെയ്യും? ഞാൻ വന്ന് ചെയ്യണോ? ഇനി എനിക്ക് നാളെ എങ്ങനെ 9 മണിക്ക് എനിക്ക് കണക്ഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? താൻ അത് പറ. എടോ, ആംബിയർ ഇല്ലാത്ത ആളുകളെ കൊണ്ട് പണിയിപ്പിക്കരുത്. ആ ശരി ശരി, ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെയ്യും സർ. വിളിച്ചു. ആ പറഞ്ഞ ഡേറ്റിന് ബില്ലടയ്ക്കാത്ത ആളുകളുടെയൊക്കെ കണക്ഷൻ കട്ട് ചെയ്തോ? ചെയ്തു സാർ. എല്ലാം ചെയ്തോ? എന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. ഒരെണ്ണം കട്ട് ചെയ്തിട്ടില്ല സാർ. ഒരു ഗോപാലകൃഷ്ണൻ, കൺസ്യൂമർ നമ്പർ 3225, അത് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ താനല്ലേ പറഞ്ഞെല്ലാം കട്ട് ചെയ്തെന്ന്? ഓർക്കാതെ പറഞ്ഞു പോയതാണ് സാർ. താനൊക്കെ എവിടുത്തെ സബ് എഞ്ചിനീയറാടോ? ഇവിടുത്തെ ആണല്ലോ. പിന്നെ എന്തുകൊണ്ട് അത് കട്ട് ചെയ്തില്ല? സാർ, അവിടെ കട്ട് ചെയ്യാൻ ചെന്നപ്പോ ആ വീട്ടിൽ ആളില്ലായിരുന്നു. ആ വീട്ടിൽ ആളല്ലല്ലോ കട്ട് ചെയ്യുന്നത് നമ്മുടെ ആളുകളല്ലേ. എന്നാലും ആളില്ലാത്ത വീട്ടിൽ നമ്മൾ ചെന്ന് കട്ട് ചെയ്യുമ്പോൾ അവരോടൊന്ന് പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ കൊടുക്കണതല്ലേ ഒരു മര്യാദ. താനെന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഉപയോഗിച്ച കറണ്ടിന് കൃത്യമായിട്ടുള്ള ഡേറ്റിന് ബില്ലടക്കുക എന്നുള്ളത് അവരുടെ മര്യാദയാണ്. ആ മര്യാദ അവർ പാലിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ നാളേക്ക് 40 വട്ടം വിളി വരുമല്ലോ കറണ്ട് ഇല്ലെങ്കിൽ. ഉപയോഗിച്ച കറണ്ടിന് പൈസ കൊടുക്കണം. ശരി, എന്നിട്ട് കട്ട് ചെയ്യാൻ പോയ ആളുകളവിടെ ആ മഹാന്മാരാരൊക്കെയാണ്? അത് പിന്നെ അതും അറിയാം സാർ, സുഗതനും രാഘവനുമാണ്. പിന്നെ അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അല്ല, ഒന്ന് ഓർത്തെടുത്തത്. ഈ 2 പേര് ഇത്ര ഓർക്കാനുണ്ടോ? താനല്ലേ രാവിലെ പറഞ്ഞു വിട്ടത്? അതെ സാർ. പിന്നെ അവർ 2 പേരാ പോയത്, സുഗതനും രാഘവനും. അവരിങ്ങോട്ട് വിളിക്കാം സാർ. ഞാൻ പോയി വിളിക്കണോ? വേണ്ട സാർ, ഞാൻ വിളിച്ചോളാം. എന്നാ പോയി വിളിച്ചോണ്ട് പാടോ. പോവാം സാർ. പോയി സാർ. എങ്ങനെ ആംബിയർ ഇല്ലാത്തവന്മാരെ വെച്ചിട്ട് എങ്ങനെ ഈ കറണ്ട് ഓഫീസ് നടത്തിക്കൊണ്ടു പോകുന്നു എനിക്കറിയാൻ പറ്റില്ല. ഹലോ, ഇല്ലില്ല, അത് നിങ്ങൾ വെള്ള പേപ്പറിൽ അപേക്ഷ തരണം. നിങ്ങൾ ഇവിടെ വരണം, എന്നിട്ട് വെള്ള പേപ്പറിൽ അപേക്ഷ തരണം. ആരാണ് നിങ്ങൾക്ക് കറണ്ട് തരുന്നതെങ്കിൽ അവരുടെ കൺസേൺ വേണം. ശരി, ഓക്കെ. എന്തേ? ലൈൻമാൻമാർ. അതെനിക്കറിയാമല്ലോ. നീ എന്താ, തനിക്കെന്താ കാര്യം? എന്തെങ്കിലും പറയാനുണ്ടോ? സാർ എന്നോട് അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് വഴി അറിഞ്ഞൂടെ? അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ കൂടെ വന്നത്? ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാതെ ഞാൻ പോയ സാർ എന്നെ വഴക്ക് പറയുമെങ്കിലോ എന്ന് വെച്ചിട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആംബിയർ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യുന്നു. പോയി സാർ. എന്താ ഈ കണക്ഷൻ എല്ലാം കട്ട് ചെയ്തോ? കട്ട് ചെയ്തു. ഇങ്ങോട്ട് മാറിക്കുക. നിങ്ങളോടല്ല, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. സുഗതനെ ഇങ്ങോട്ട് നിൽക്കുന്ന. ഇതെന്താ ഇത്? ജനിച്ച ദിവസം. ഇങ്ങനെയാ ജനിച്ചത്? ഇന്ന് ബർത്ത്ഡേ ആണ് സാർ. ഇത് എന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ എന്തിനാ ഓഫീസിൽ വന്നത്? അല്ലാതെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥ. ഓഫീസിൽ വരുമ്പോ യൂണിഫോം ഇടണമെന്ന് അറിയില്ലേ? വേണം, പക്ഷെ ഇന്ന് അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. അമ്പലത്തിൽ പോവുകയും പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോയിരുന്നോണം. ജോലിക്ക് വരരുത്. ജോലിക്ക് വരുമ്പോ യൂണിഫോം ഇട്ട് വരണം. തന്നൊരു കാര്യം ചെയ്താൽ അത് ഒപ്പിടണ്ട. അല്ല, ഞാൻ ഒപ്പിട്ടു. എന്നാ പിന്നെ ലീവ് എടുത്തു. അല്ല, ഞാൻ ജോലിയും തുടങ്ങി സാർ. 4 പോസ്റ്റിൽ കയറിന്ന്. ഈ മുണ്ടെടുത്തുണ്ടോ? എല്ലാം കട്ട് ചെയ്തു. എല്ലാം കട്ട് ചെയ്തു. കട്ട് ചെയ്തു. നുണ പറയരുത്. ഒരാളെ കട്ട് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അയാൾക്ക് സുഖമില്ല സാർ. അയാളെ കൂടെ കട്ട് ചെയ്തത് നിങ്ങളല്ലേ? പാവ, അത് തലയിലെ പഴുപ്പ് കയറിയിട്ടേ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതോ അയാൾ വല്ലതും തന്നോ?
അല്ല അയാൾ വല്ലതും തന്നോ? അയ്യോ ഇല്ല സാർ. അല്ല പറ. ഇല്ല. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല. ഇല്ല ഇല്ല. അല്ല അതെന്താ പറയാ സാറാ, വളരെ സീരിയസ് ആന്ന് പറഞ്ഞു. എങ്ങാനും അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയൊക്കെ കൊണ്ടുവരുമ്പോ ആ വീട്ടിലെ കറണ്ട് ഇല്ലെങ്കിൽ അത് നമ്മുടെ ഓഫീസിന് മോശമല്ലേ എന്ന് കരുതിയിട്ട് ഒരു 4 ദിവസം കാക്കാലോ എന്ന് കരുതിയിട്ട്. സുഗത, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇലക്ട്രിസിറ്റി ഓഫീസിന് മാനുഷിക പരിഗണന എന്നൊന്നില്ല. ഇല്ല ഇല്ല ഇല്ല. നമ്മൾ ഇവിടുന്ന് കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് ബില്ലടയ്ക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതെ. ആ മര്യാദ അവർ കാണിക്കണം. അത് കാണിക്കുന്നില്ലെങ്കിൽ അത് പോയിട്ട് കട്ട് ചെയ്യാനുള്ള ആംബിയർ നിങ്ങൾക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തെറ്റുപറ്റി. മാനുഷിക പരിഗണന നമ്മൾ നോക്കരുത്. നിന്ന് പ്രസംഗിക്കാൻ നിൽക്കാതെ അത് പോയിട്ട് കട്ട് ചെയ്തിട്ട് വാ. കട്ട് ചെയ്യാം. എന്താ സാർ? താൻ വീട്ടിൽ പോയിട്ട് ആ യൂണിഫോം എടുത്തിട്ടതിന് ശേഷം പോയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി താൻ എന്റെ മുമ്പിൽ വരുമ്പോ യൂണിഫോം വേണം. യൂണിഫോം ഇല്ലാതെ എന്റെ മുമ്പിൽ വരരുതെന്ന്. സോറി സാർ, തെറ്റുപറ്റി. ഇനി ഉണ്ടാവില്ല. ആ ശരി, പോ. ഒരു സെക്കൻഡ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സാർ. ഇതെന്താ സാധനം വന്നത്? ബില്ലാന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ കൺസ്യൂമർ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ ഉടമസ്ഥനാണ് ഞാൻ. ഓ, കൺസ്യൂമർ നമ്പർ മാറ്റണോ? അതൊന്നും നിങ്ങൾ മാറ്റണ്ട. പിന്നെ ഉടമസ്ഥനെ മാറ്റണോ? ഇതെന്താ നിങ്ങൾ കളിക്കാൻ നിൽക്കാണ്? അതെ, ഇതാ നോക്ക്. ഇതിന്റെ ഈ മറ്റേ വരുന്ന കാശ് ഉണ്ടല്ലോ, മാസം മാസം വരെ കാശ്, അതിലൊരു മാറ്റം ഉണ്ടാവണം. അത് പറയാനാ വന്നത് ഞാന്. മനസ്സിലായില്ലേ അല്ലേ? ഇല്ല. അതെ, ഞാൻ ഗൾഫിലാ വർക്ക് ചെയ്യണത്. കേൾക്കണത് നിങ്ങള്? ഞാൻ വീട്ടിലില്ല. ആകെ എനിക്കൊരു അമ്മയാണുള്ളത്. പിന്നെ അതിനെ നോക്കാനുള്ള ഒരു തള്ളയാണ് വല്ലപ്പോഴും വരുന്നത്. എന്റെ വീടിന്റെ അടുത്തുള്ള ദാമുല്ലേ, അവന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ, ഇസ്തിരിപ്പെട്ടി, ഫ്രിഡ്ജ്, TV, AC, സകലമാന സാധനങ്ങളും ഇങ്ങനെ കത്തി കേറിയിട്ട് ഉറുപ്പ്യ എത്രയാണ്? 750. എന്റെ വീട്ടില് 1100, 1200, 1300, 1000ന്റെ താഴ്ത്തിക്ക് വന്നുള്ള പരിപാടിയല്ലേ. അതെന്താ കളിക്കാണ്? അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും. എന്താ ഈ പറഞ്ഞ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ ഗൾഫിൽ അവിടെ നിന്നിട്ട് അവിടെ അറബിയുടെ വീട്ടിലെ സ്വിച്ച് ഇടുമ്പോ ഇവിടെ എന്തിനാണ് മീറ്റർ കിടക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ വീട്ടിൽ വേറെ ആരും ഇല്ലേ? എന്റെ സാറേ, എന്റെ വീട്ടിൽ ആകെപ്പാടെ എന്റെ അമ്മയാണ് ഉള്ളത്. പിന്നെ അതിനെ നോക്കാൻ നിൽക്കുന്ന ഒരു തളയുണ്ട്. അതാണെങ്കിൽ 5 മണിയാകുമ്പോ പോവും. അല്ല, പിന്നെ അമ്മ അവർ ഇരുട്ടത്താണോ ഇരിക്കണേ? ഞാൻ പറഞ്ഞില്ല, ഈ അമ്മേനെ നോക്കാൻ നിൽക്കുന്ന ആ തള വൈകുന്നേരം പോവും. പിന്നെ ഉള്ളത് എന്റെ അമ്മയാണ്. അമ്മയ്ക്കാണെങ്കിൽ കണ്ണു കാണില്ല. പിന്നെ എന്തിനാണ് ലൈറ്റ് ഇടുന്നത്? ആ ദാമുന്റെ വീട്ടിലോ മതലിന്റെ മുകളിൽ വരത് ആ മാല ബൾബിട്ട് പൂരം നടത്തണമെന്നാണ് അവിടെ ലൈറ്റ് കത്തിക്കുന്നത്. അവന്റെ അടുക്കള പുറത്തുള്ള ലൈറ്റ് കാരണമാണ് എന്റെ വീട്ടിൽ അടുക്കളയിലും കൂടി ലൈറ്റ് ഇടാത്തത്. അല്ല, ഈ ചേട്ടന്റെ പ്രശ്നം എന്താ? ഇപ്പൊ ദാമുന്റെ ബില്ല് കുറയണയാണോ ചേട്ടന്റെ ബില്ല് കൂടുതലാണോ പ്രശ്നം? എനിക്ക് രണ്ടും പ്രശ്നമാണ്. ഒന്നില്ലെങ്കിൽ അവിടെ കൂട്ടുക, അല്ലെങ്കിൽ എന്റെ കുറയ്ക്കുക. സാറേ, ഇത് ബില്ലിന്റെ ഒന്നല്ല, കണ്ണുകടിയാ. കണ്ണുകടി അല്ല, കരണ്ടുകടിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്ലാബ് എങ്ങനെയാണ്? എന്റെ വീട്ടിലെ സ്ലാബ് ചതുരത്തില്. എന്താണ്? അതല്ല, നമ്മുടെ സ്ലാബ് എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ നിങ്ങൾ ചോദിക്കണത്? ഗൾഫിൽ ജോലി ചെയ്യണ എന്റെ അടുത്ത് ഇവിടെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന സ്ലാബ് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ കറണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോ കക്കൂസിന്റെ കാര്യം പറയണതാണ്. ഈ ഒരു മാസം കൊണ്ട് ഞാൻ നോക്കൂ. അത് കണ്ട് ശരിയായില്ലെങ്കിൽ ആ പറയാൻ എന്റെ സ്വഭാവം. കറണ്ട് കട്ട് ചെയ്താൽ നിങ്ങളെ കറണ്ട് മുട്ടിയാൽ എന്താണ് വിഷയം? എന്ത് വിഷയം? നല്ല ആന്തരമുള്ള ആൾക്കാർ എടുത്ത് സാറേ നിങ്ങൾ. ഇതെന്താണ്, ചന്തയോ? ഇതെന്തോ ഒച്ചപ്പാടും പാടും. അയാളുടെ ബില്ല് കൂടിയെന്നും പറഞ്ഞ അയാൾ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. ബില്ല് കൂടിയത് എങ്ങനെയാന്ന് അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരെ? സാറേ, എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ അയാളുടെ വീട്ടുപകരണം പഴയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എർത്തായിരിക്കും, മീറ്റർ കേടായിരിക്കും. ഇതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? സാറേ, അയാൾ കേൾക്കാൻ റെഡിയല്ല. അയാൾ ബഹളം വെക്കുമായിരുന്നു. അങ്ങനെയുള്ളവരോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് അതിനുള്ള ആംബിയർ ഒക്കെ ഉണ്ട്. ഒരു മേലുദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന രീതിയിലാണോ ഇപ്പോ മണ്ടോദരി സംസാരിച്ചത്? സാർ, അത് മാഡം അയാളോട് സംസാരിച്ച് നിന്ന് ആ പ്രഷറിൽ സംസാരിച്ച് പോയതാണ് സാറിൻ്റെ അടുത്ത്. അങ്ങനെ അല്ലാതെ മനഃപൂർവ്വം അല്ല.
വലിയ കാര്യം ഉണ്ടായിരുന്നോ? മാഡം അയാളോട് ഇത്ര ദേഷ്യപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതാ അയാളുടെ കേസ് അസൂയാണ്. അയാൾ മറ്റയാളുടെ വീട്ടിൽ എല്ലാ സാധനവും ഉണ്ട്, ഇയാളുടെ വീട്ടിൽ ഒന്നുമില്ല. അതാണ് ഇപ്പം എനിക്ക് മനസ്സിലായത്. അല്ല സോദാ, ആ ട്രാൻസ്ഫോമറിന്റെ ഫീസ് കെട്ടിട്ട് വന്നാ പോരായിരുന്നോ? ഫീസ് കെട്ടാൻ നിന്ന നേരം വഴുകൂലേ? കറക്റ്റ് ടൈമിന് പഞ്ച് ചെയ്തില്ലെങ്കിൽ ആംബിയർ ചൂടാവില്ലേ? ആ അത് ശരിയാണ്. പിന്നെ എന്താ പറഞ്ഞേ? നേരം കുറച്ച് വഴുകട്ടെ, അതെ. ഒരു 4-5 പ്രാവശ്യം ഫോൺ ഇങ്ങോട്ട് വരട്ടെ, അതെ, നമുക്ക് സൗകര്യമുള്ളപ്പോ പോയി ഫീസ് അങ്ങോട്ട് പോയിട്ട് കെട്ടാം. ശരി ശരി. ആ മോർണിംഗ്. എടി ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി. എന്താണ് നേരത്തെ? ഇന്ന് നേരത്തെ ആയി പോയി സാറേ. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ട്രാഫിക്കാ. എല്ലാവരും വണ്ടിയല്ലേ, പിന്നെ റോഡിൽ ഇറങ്ങിയ വണ്ടിയുടെ വേണം. ഒരു കണക്കിന് എത്തി. സാറേ ഓ എന്താ? സത്യത്തിൽ സാറ് പോണതില് ഞങ്ങക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഹ, അതിപ്പോ നമ്മളും പെൻഷനായി കഴിഞ്ഞ് പോയല്ലേ പറ്റുള്ളൂ. അയ്യേ സാറ് ആരുടെ കാര്യം പറയണത്? സതീശന സാറിന്റെ കാര്യമല്ലേ? പിന്നെ അയാള് പോയപ്പോ എനിക്ക് എന്താ വിഷമം? ഞാൻ സാറിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യ പറഞ്ഞത്. ഒരു പ്രൊമോഷനും ഒരു ട്രാൻസ്ഫറും ഒക്കെ ആകുമ്പോ അത് അല്ല, പ്രമോഷൻ കിട്ടിയ സന്തോഷമാണ്. എന്റെ പൊന്നു സാറ്, അയാള് പോണെങ്കിൽ പോട്ടെ, അയാള് പണ്ടേ പോണ്ടതായിരുന്നു. നമ്മളിപ്പോ ഇത്രയും നാൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത അദ്ദേഹം ഒരു മേലുദ്യോഗസ്ഥന് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ട്രീറ്റ് കൊടുത്തു വേണം വിടാൻ. പിന്നെ ട്രീറ്റ് വേറെ പണിയില്ല. ആ അമ്പീറില്ല. എന്താ സാർ ഒരു ചർച്ച? ആ ഇല്ല, നമ്മുടെ സത്യശീല സാറിന് ഒരു സെന്റ് ഓഫ് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നേ. എന്തിന്? ആ ചോദിക്കും. എന്തിന്? അദ്ദേഹം ഇവിടുന്ന് പോവല്ലേ, സന്തോഷിക്കല്ലേ വേണ്ട? എന്നാലും അതല്ലല്ലോ, നമ്മള് കൂടെ ഇത്രയും നാൾ വർക്ക് ചെയ്ത് നമ്മളൊരു മേലുദ്യോഗസ്ഥനെ നമ്മൾ സന്തോഷമായിട്ട് സെന്റ് ഓഫ് കൊടുത്ത് വീട്ടിൽ കൊണ്ടെത്തിക്കുക, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അപ്പൊ എല്ലാവരും കൂടി പിരിച്ച് ഒരു പാർട്ടി നടത്തണമെന്ന്. പ്രൈവേറ്റ് എത്ര കൊടുക്കണേ? ഞാനൊന്നും കൊടുക്കില്ല, ഒരു നായാത്ത ചോദിക്കും. അതാണ് ഞങ്ങൾ ആരും ഇല്ല സാറേ. അതെ, അതൊന്നും ശരിയല്ല. അത് ഈ സഹപ്രവർത്തകരോട് കുറച്ചൊരു മയവും കരുണ ഇതൊക്കെ വേണേ. അതന്നെ. മനുഷ്യത്തില്ലാത്ത ആള് പോവാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. എങ്ങനെങ്കിലും ട്രാൻസ്ഫർ ആയി പോണേന്ന്. പക്ഷെ അപ്പൊ പെൻഷൻ ആവാൻ വരെ കാത്തു കണ്ടുവന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. ഇനി അതിനൊരു ചെലവോ? എന്തായാലും പാർട്ടി നടക്കൂല. പിന്നെ ഇപ്പൊ അധികം ഒഴുകാത്ത ഇവിടെ ഒരു പാർട്ടി വരില്ലേ, അതിന് നമ്മൾ എല്ലാ പൈസയും ചെലവാക്കും. എന്തിന്? നമ്മുടെ മന്മഥൻ സാർ സബ് എഞ്ചിനീയർ സ്ഥാനത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഇവിടുന്ന് പോവില്ലേ, അപ്പൊ നമ്മളൊരു പാർട്ടി നടത്തും. ഒരു നിമിഷം. നമസ്കാരം, KCB. 3255. ഗോപാലകൃഷ്ണൻ അടച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ തന്നെ ആളെ വിടാം, കണക്ട് ചെയ്യാൻ. ഇപ്പൊ വിടാം. അതെ, 3255 ഗോപാലകൃഷ്ണനില്ലേ, അവർ ഓൺലൈൻ വഴി കാശ് അടച്ചിട്ടുണ്ട്. കണ്ട, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ സാറോട് ഞങ്ങൾ പറഞ്ഞതാ. കൃത്യമായിട്ട് അടയ്ക്കണ ആളാണ് അയാൾ. സുഗത, ഗോപാലകൃഷ്ണൻ മരണപ്പെട്ടു. ഞാൻ എന്നെ നിയമം പഠിപ്പിക്കണം. ഞാനിവിടുത്തെ AE ആണ്. വർഷം കുറയായി ഞാനിവിടെ ഇതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, കേട്ടോ. അപ്പൊ പഠിപ്പിക്കണ്ട. ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. 1 മീറ്റർ അല്ല, 1/2 മീറ്റർ അല്ല, 1/4 സെന്റിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള അധികാരവും ആംബിയറും എനിക്കുണ്ട്. ഉണ്ട്. ഇയാൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് വന്നാൽ കണക്ഷൻ തരും, ഇല്ലെങ്കിൽ തരില്ല. ഞാൻ ഫോൺ വെച്ചിട്ട് പോടോ. 5-6 കയറി ഇറങ്ങും നീ കണക്ഷന് വേണ്ടിയിട്ട്. അതെ, എന്റെ പേര് കോയാന്നാണ്. പേര് ഇവിടെ നമുക്ക് ആവശ്യമില്ല, വന്ന കാര്യം പറയുക. 3-4 ആഴ്ചയായിട്ട് ഒന്നങ്ങോട്ട് വന്നു അങ്ങോട്ട് വരുത്തിയിട്ടൊരു പോക്ക. എന്താ ഇപ്പൊ ഇത് കഥ? ഇതിങ്ങനെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്താ ഒരു കുടുംബത്തെ സ്ഥിതി? ഞാൻ ഇക്കാച്ച ഷുഗറിന്റെ അസുഖമുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഉമ്മ പറഞ്ഞ ഞങ്ങൾ ആലോചിച്ചൊക്കെ അത്രയും പ്രായമുള്ള ഒരാള് അതിനും വയ്ക്കാം. തീരെ നിവർത്തിയില്ലാകുമ്പോ ഞാൻ അയൽവക്കത്ത് നിന്ന് ആൾക്കാർ ഒരു മുളവടി എടുത്തിട്ട് അങ്ങടെ പെടക്കല. അതെ,
നിങ്ങളെ പിള്ളേരെ വളർത്തു ദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അവരുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയണം. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാണ്. കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ മുളവടി എടുത്ത് തല്ലിയ കാര്യം പറഞ്ഞതാരാ? നിങ്ങളുടെ കറണ്ടിന്റെ കാര്യ പറഞ്ഞത്. ഞാൻ ഈ കറണ്ട് പോകുമ്പോഴേ അവിടുന്ന് അയൽപക്കത്തുനിന്ന് ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി ഇതുമ്മ 2 തല്ലിങ്ങനെ തല്ലിയാലാണ് ഇപ്പൊ ഒന്നിങ്ങനെ മിഞ്ഞിട്ടൊന്ന്. ശരി, ഇനി ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ സർവീസ് വയർ ഉണ്ടല്ലോ, അതിലൊന്നും നിങ്ങൾക്ക് തൊടാനുള്ള അധികാരമില്ല. നിങ്ങൾ തുറന്നില്ലല്ലോ, അതിലെ പിളങ്ങ. അതിനെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഇവിടെ നാളെ വരും. ഉള്ള കാര്യം പറയാലോ, നിങ്ങൾ നല്ല സർവീസൊക്കെ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അങ്ങനെയാണ്, നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരിരിക്കുമ്പോ അങ്ങനെ ആയിരിക്കും. KCB പറഞ്ഞാൽ നമുക്ക് അത് അത്രയും നല്ല സർവീസ്, നമുക്ക് അത് അറിയാം. നിങ്ങളുടെ കുറ്റം പറയല്ല കേട്ടോ. എന്നാലും 1-2 ആൾക്കാരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കായൊക്കെ മേടിക്കണവരും, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആള് വന്നോ ശരിയാക്കിയോ? അപ്പൊ അതല്ലേ പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം ഒരു 100-500 ഉറുപ്പ്യക്കാര് എങ്ങായിക്ക് കൊടുത്ത് എന്നിട്ടും ശരിയാക്കി തരുന്നില്ല. സാറ് എന്നാലും നടക്കട്ടെ വെച്ചിട്ട് രോഗിയോളാണ് 2 ആൾക്കാര്. അപ്പൊ നിയമം പറയാ. ഇവിടുന്ന് വന്ന ആളിന്റെ പേരറിയാമോ? ഇങ്ങോട്ട് മുടിയൊക്കെ അങ്ങനെ വളർത്തി ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടൊരു കണ്ട ഒരു എന്താ ഒരു സുഖമില്ലാത്ത മാതിരിയാണ് ആ ചങ്ങായി. എന്തൊരു വകതിരിവില്ലാത്ത മാതിരിയാ. ഉണ്ണി. ഉണ്ണി. അതന്നെ. ഞാനപ്പൊ ഇതൊക്കെ കൊടുത്തിട്ടെങ്കിലും നടക്കട്ടെ. എത്ര കൊടുത്തു? 500 ഉറുപ്പ്യ കൊടുത്ത്. അതല്ല ഒന്നും സാരില്ല. പിന്നെ ഈ ഇങ്ങനെ ഒന്നും കൊടുത്ത് ശീലിപ്പിക്കരുത്, അതൊക്കെ തെറ്റാണ് കേട്ടോ. അങ്ങനെ കൊടുത്തല്ല. കാരണം അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക്, ഞാനിവിടെ ആണ്, അതുകൊണ്ടാ. പിന്നെ നിങ്ങളുടെ അവിടുത്തെ ആ കംപ്ലൈന്റ് ഇന്ന് തന്നെ ആള് വന്ന് ശരിയാക്കി തരും. ഇനി എന്നെ കൊണ്ടൊരു മുളവടി ഇരിപ്പിക്കരുത്. അല്ല, നിങ്ങൾ മുളവടി എടുക്കരുത്, തുടരുത്. അത് ഞങ്ങളുടെ ഇതാണ്. തുടരുത് കേട്ടോ. ഇഷ്ടണ്ടായിട്ടല്ലേ വന്ന് നേരാക്കാത്ത അറിഞ്ഞാണ്. അത് വരും, ആള് വരും. സാഹിബിച്ചല്ലേ. എന്നാ പോട്ടെ. എന്നാ ശരി. അസ്സലാമലൈക്കും. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൂട്ടം പുള്ളി ഇട്ട് പച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. സാർ എന്തിനാണ് വിളിച്ചത്? ഒരു കാര്യമില്ല, വെറുതെ വിളി. പുതിയ സാറാണ് സാറേ. സാറേ, ഞാൻ ഇവിടുത്തെ ആരാടോ? സാറിന് ഇതുവരെ തിരിഞ്ഞിട്ടേ. സാർ ഇവിടുത്തെ മെയിൻ ഓഫീസറാണ് സാർ. എന്റെ പദവി എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് എന്താണെന്ന് അറിയില്ലേ സാർ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KCB ലിമിറ്റഡ് കമ്പനി. ഇത്രയും വലിയ കമ്പനി ഇരുന്നിട്ടും സാറ് നമുക്ക് എൻ്റെ ഒരു പാർട്ടി തന്നിട്ടാ ഇതുവരെ. പാർട്ടിക്കുള്ള വകയൊക്കെ പുറത്തുനിന്ന് വാങ്ങണുണ്ടല്ലോ. വാങ്ങണില്ലേ? അതെ, ഒരു പോസ്റ്റിൽ നിന്ന് എത്ര മീറ്റർ സർവീസ് വയറാണ് നമ്മൾ വലിച്ചു കൊടുക്കേണ്ടത് കണക്ഷൻ കൊടുക്കാൻ? അത് വെച്ചാല് സാർ ഒരു പോസ്റ്റ് എന്ന് വിചാരിക്കാം. സാറെ കഴുത്തിന് ഒരു ചരട് കെട്ടിട്ട് നമ്മൾ ദാമോട്ടനെ പിടിയുണ്ടല്ലോ, ആടത്തേക്ക് വലിച്ചു കിട്ടിയ കറക്റ്റ്. നിർത്തണോ? വെറുതെ 1 മീറ്റർ സർവീസ് വയറിന്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാം? എത്രയാണ് സാർ? എത്രയാണ്? എന്നോട് ചോദിക്കണം, തനിക്കറിയില്ലേ? ഇത് താൻ ലൈൻമാൻ അല്ലേ? സാർ 1 5 2 5 10 3 5 4 അല്ലേ സാറേ? 1 മീറ്റർ സർവീസ് വയറിന്റെ കോസ്റ്റ് 15 രൂപ. 15 രൂപ. നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടത് അനുവദിച്ചിട്ടുള്ളത് 35 മീറ്റർ. അതെ. അപ്പൊ 35 ഗുണം 15 എത്ര? അരിക്കണം. അപ്പൊ 35 രൂപ അരിക്കാൻ അറിയില്ല സാർ. 525 രൂപ. കറക്റ്റ്, വളരെ കറക്റ്റ്. അതെ, ആവശ്യപ്രകാരം നമ്മൾ സർവീസ് വയർ സൗജന്യമായിട്ട് കൊടുക്കേണ്ടതിന് താൻ എന്തിനാണ് ആ കോയെന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് 500 രൂപ മേടിച്ചത് കൈക്കൂലി? അയ്യോ, ആര് കോയ പറഞ്ഞു സാറേ? അത് പറഞ്ഞു. പറയും. കാരണം സാർ അത് സ്നേഹത്തോടെ നമുക്കൊരു 500 രൂപ എടുത്ത് തരുമ്പം വേണ്ടാതെ എങ്ങനെയാണ് സാറേ പറയുന്നത്? ഒരു മനുഷ്യൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന നിലയിൽ തനിക്കെതിരെ എനിക്ക് നടപടി എടുക്കാൻ തന്നെ ജോലി ഇല്ലാതാക്കും ഞാൻ. സാറേ, അത് അങ്ങനെ പറയല്ലോ സാറേ, അതൊന്ന് പറയാം. കൈക്കൂലി മേടിച്ചല്ലോ? 500 രൂപ മേടിച്ചു. എന്റെ കൈ പറ്റിപ്പോയി സാറേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, തനിക്ക് ജോലി വേണോ അതോ കൈക്കൂലി മതിയോ? 500 കിട്ടും. 500 ജോലി. 500 രൂപ എടുക്കും. ഇത് ഒരു ചെറിയ നീക്കുപോക്ക്. എന്ത്? അത് 250 രൂപ എനക്കും 250 രൂപ സാറിന്. ഞാൻ ചില്ലറാക്കും സാറേ. തനിക്ക് 250 വേണോ ജോലി വേണോ? 250. അല്ലേ സാറേ, ജോലി മതി. മതിയല്ലോ. 250. എന്നാ പോ.
സാർ അപ്പോൾ ഇനി മേലാൽ ആ. ഇങ്ങനെ ആവർത്തിച്ചാലും ഇല്ല സാർ AI എന്ന നിലയിൽ ഞാൻ നടപടി എടുക്കുകയോ ഉണ്ണി. വേണ്ട സാർ. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ആയിക്കോട്ടെ സാർ ഓ ആ ഓക്കോ. ചില്ലറ ആക്കണമെങ്കിൽ ഞാനിപ്പോൾ ആക്കി തരും വേണ്ട ചില്ലറ വേണ്ട സാറേ